മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ കെ സുരേന്ദ്രനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. സുരേന്ദ്രൻ അടക്കമുള്ള പ്രതികളെ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. സാരംഗ് സുരേഷ് വിവരങ്ങളുമായിട്ട്. സാരംഗ്, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കേസാണ്. 24 ഇപ്പോൾ ഈ വർഷം അവസാനം ഒക്ടോബർ ആകുമ്പോഴേക്കും കേസിൽ കുറ്റവിമുക്തരാക്കി സുരേന്ദ്രനെ കോടതി കുറ്റവിമുക്തരാക്കിയിരിക്കുകയാണ്. ഇന്നത്തെ കോടതി ശരിവച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? അക്ഷയ, 2021 ജൂണിലാണ് ഇത്തരത്തിൽ മഞ്ചേശ്വരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കോഴക്കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. BSP സ്ഥാനാർത്ഥിയായ സുന്ദരയ്ക്ക് 2.5 ലക്ഷം രൂപയും സ്മാർട്ട് ഫോണും നൽകി നോമിനേഷൻ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു എന്ന് ഉള്ളതായിരുന്നു കേസ്. കെ സുരേന്ദ്രനടക്കം 6 പേരായിരുന്നു കേസിൽ പ്രതികളായി ഉണ്ടായിരുന്നത്. BJP മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ബാലകൃഷ്ണ ഷെട്ടി, യുവമോർച്ച മുൻ സംസ്ഥാന ട്രഷറർ സുനിൽ നായിക്, കെ മണികണ്ഠ റേ, വൈ സുരേഷ്, ലോകേഷ് നൊഡ എന്നിവരായിരുന്നു കേസിലെ പ്രതികളായി ഉണ്ടായിരുന്നത്. ഏറെ നാളായി ഈ കേസുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള അന്വേഷണങ്ങളും അതുപോലെ തന്നെ ചോദ്യം ചെയ്യലുകളും മൊഴിയെടുപ്പും ഒക്കെ തന്നെ വിശദമായി നടന്നിരുന്നു. രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ച് BJP വലിയ തോതിൽ വേട്ടയാടിയ ഒരു കേസ് കൂടിയായിരുന്നു മഞ്ചേശ്വരം കോഴക്കേസ്. ഒരു പക്ഷേ മറിച്ചൊരു വിധിയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഭാവിയിൽ കെ സുരേന്ദ്രന് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന്, പാർലമെന്ററി രംഗത്ത് നിന്ന് പൂർണ്ണമായി മാറി നിൽക്കേണ്ട ഒരവസ്ഥ കൂടി ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ ആ ഒരു കേസിൽ 2021 LDF സ്ഥാനാർത്ഥിയായ VV രമേശിന്റെ പരാതിയിലാണ് കോടതിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്തത്. ഇപ്പോൾ ആ കേസിലാണ് കെ സുരേന്ദ്രൻ അടക്കമുള്ള 6 പ്രതികളെ കുറ്റവിമുക്തരാക്കിയിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ ഇനി വരേണ്ടതായുണ്ട്. കാരണം പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ഉള്ള ആരും ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ ഇനി ഏത് തരത്തിലാണ്, ഇനി മേൽക്കോടതികളിലേക്കോ മറ്റു നിയമ നടപടികളിലേക്കോ പോകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൂടി വലിയ ഒരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, വിധി പ്രസ്താവം പൂർണ്ണമായും കിട്ടിയതിനു ശേഷം മാത്രം വിശദമായ ഒരു പരാമർശമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനമോ ഒരു പക്ഷേ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ളൂ. എന്തായാലും ഇത് തീർച്ചയായും ആദ്യഘട്ടം തൊട്ട് തന്നെ BJP സംസ്ഥാന ഘടകം സൂചിപ്പിച്ചു വെച്ചതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ, രാഷ്ട്രീയ വേട്ടയാടലിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു കേസ് കെട്ടിച്ചമച്ചത് എന്ന് ആദ്യം തന്നെ കെ സുരേന്ദ്രൻ അടക്കമുള്ള BJP നേതാക്കൾ നിരന്തരമായി സൂചിപ്പിച്ചിരുന്നതാണ്. ഇപ്പോൾ ഈ കേസിന്റെ വിധി കേട്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി ആദ്യം തന്നെ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്, ഞാൻ അന്നേ പറഞ്ഞതാണ് സത്യമേ ജയിക്കുള്ളൂ, സത്യം ജയിച്ചു, അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് എന്നുള്ള കാര്യമാണ്. മാത്രമല്ല, കാസർകോട്ടെ LDF നേതാക്കന്മാർ സംയുക്തമായി ചേർന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് കേസ്. തീർച്ചയായും അവർക്കെതിരെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്കെതിരായ കേസ് ഫയൽ ചെയ്യും എന്നുള്ള സൂചന കൂടി നൽകിയാണ് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങിയത്. അക്ഷയ, സാരംഗ്, ഇന്ന് കോടതിയിലുണ്ടായ നടപടികൾ എന്തായിരുന്നു? എന്തുകൊണ്ടാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ആരും ഹാജരാകാതിരുന്നത്? അതിലിപ്പോഴും ഒരു കൃത്യത നമുക്കിപ്പോൾ ലഭിച്ചിട്ടില്ല. കാരണം പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള വ്യക്തിയടക്കമുള്ള ആളുകളോടൊക്കെ തന്നെ ബന്ധപ്പെടുന്ന സമയത്ത് കൃത്യമായൊരു വിവരം ലഭിക്കാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഡിഫൻസുമായി ബന്ധപ്പെട്ട ആളുകളാണ് BJPയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് അടക്കമുള്ള ആളുകൾ കോടതിയിൽ ഹാജരായിരുന്നു. പ്രോസിക്യൂഷൻ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇനി അവരുടെ കൂടി ഭാഗം കേട്ട് കഴിഞ്ഞാൽ ഇനി മുന്നോട്ടേക്കുള്ള നടപടികളെ കുറിച്ച് ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. അക്ഷയ, സാരംഗ്, ഈ പ്രോസിക്യൂഷൻ ഹാജരായില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ കെട്ടിച്ചമച്ചാർന്നുള്ള കേസ് എന്നുള്ള ആരോപണം സുരേന്ദ്രൻ മുന്നോട്ട് വെച്ചൊരു സാഹചര്യം ജില്ലയിൽ ഇപ്പോൾ ഈ LDFന്റെ ഭാഗത്തുനിന്നോ CPMന്റെ ഭാഗത്തുനിന്നോ ഒക്കെ എന്തെങ്കിലും പ്രതികരണം ഉണ്ടാവുന്നുണ്ട് വിഷയത്തിൽ? LDFന്റെ ഭാഗത്ത് നിന്നോ CPMന്റെ ഭാഗത്ത് നിന്നോ നിലവിൽ യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും ഇതുവരെ ലഭ്യമായിട്ടില്ല. മാത്രമല്ല, പ്രധാനപ്പെട്ട CPM നേതാക്കൾ അടക്കമുള്ള കേസിലെ പരാതിക്കാരനായിട്ടുള്ള VV രമേശിനടക്കമുള്ള ആളുകളൊന്നും തന്നെ കോടതിയിൽ ഇന്ന് എത്തിയിരുന്നില്ല എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഈ വരുന്ന മണിക്കൂറുകളിലായിരിക്കും ഒരു പക്ഷേ CPMന്റെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെയും ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ വരാനുള്ള സാധ്യത നിലനിൽക്കുന്നത്. പക്ഷേ SC/ST ആക്ട് ഒന്നും നിലനിൽക്കില്ല എന്ന് കോടതി കണ്ടെത്തുന്നത് എങ്ങനെയാണ്? സാധാരണ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള കേസുകളിലൊക്കെ തന്നെ SC/ST അതിക്രമവുമായി ബന്ധപ്പെട്ടുള്ള കേസുകളൊന്നും തന്നെ രജിസ്റ്റർ ചെയ്യുന്നത് ഇത് പൊതുവിൽ അസാധാരണമായിട്ടുള്ള ഒരു നടപടിയാണ് എന്നുള്ള കാര്യം ആദ്യഘട്ടത്തിൽ തന്നെ ഡിഫൻസിന്റെ ഭാഗത്ത് നിന്ന്, പ്രതിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ വാദം ഉയർന്നിരുന്നു. മുൻകാലങ്ങളിലും സമാനമായ രീതിയിൽ പല തെരഞ്ഞെടുപ്പ് കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു കേസ് തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു പരിസ്ഥിതിയെ ബേസ് ചെയ്തുകൊണ്ട് ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ കൂടി ബാധിക്കുന്ന തരത്തിലുള്ള ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. എന്നാൽ അതിനൊന്നും തന്നെ വ്യക്തമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. അന്വേഷണ സംഘം അതിൽ പരാജയപ്പെട്ടു എന്നുകൂടി കോടതി വിധിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അക്ഷയ,
സാരംഗ് സുരേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ കെ സുരേന്ദ്രന് ആശ്വാസമാവുകയാണ്. സുരേന്ദ്രന് എതിരായിട്ടുള്ള കേസിൽ കുറ്റങ്ങൾ നിലനിൽക്കില്ലെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. സുരേന്ദ്രനെ കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി. സുരേന്ദ്രൻ ഉൾപ്പെടെ 6 പ്രതികളെയും കേസിൽ വെറുതെ വിട്ടിരിക്കുകയാണ്. സാരംഗ്, ഇന്നിപ്പോൾ പ്രോസിക്യൂഷന് ഹാജരാകാത്ത പക്ഷം നമുക്ക് അറിയേണ്ടത് ഇനി മേൽക്കോടതികളിലേക്ക് പോകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്, പോകുമോ ഇല്ലയോ എന്നൊക്കെയാണ് അറിയേണ്ടത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? പ്രോസിക്യൂഷൻ ഇല്ലാത്തത് കൊണ്ട് അറിയില്ല. നിലവിൽ എന്തായാലും അത്തരത്തിലുള്ള ഒരു പ്രതികരണം ഒന്നും തന്നെ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്നോ പരാതിക്കാരന്റെ ഭാഗത്ത് നിന്നോ മറ്റ് LDFന്റെയോ UDFന്റെയോ ഭാഗത്ത് നിന്ന് ഇതുവരെയും ലഭ്യമായിട്ടില്ല. ഇനി ഒരുപക്ഷെ അല്പസമയത്തിന് ശേഷമായിരിക്കും പൂർണ്ണമായ വിധിയുടെ പകർപ്പ് പുറത്തേക്ക് വരിക. ചിലപ്പോൾ അത് പഠിച്ചതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ പ്രോസിക്യൂഷൻ മുന്നോട്ടേക്കുള്ള നടപടികൾ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് BSP സ്ഥാനാർത്ഥിയായിരുന്ന സുന്ദര ആദ്യം പോലീസിന് നൽകിയ മൊഴിയും പിന്നീട് കോടതിയിൽ നൽകിയ മൊഴിയും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് പ്രധാനമായും ഈ കേസിന്റെ വിധിയിൽ പടിത്തിരിവായത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. മൊബൈൽ ഫോണും പണവും നൽകിക്കൊണ്ടാണ് സുന്ദരയുടെ സ്ഥാനാർത്ഥിത്വം ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിച്ചു നാമനിർദ്ദേശ പത്രിക എന്നുള്ളതായിരുന്നു ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള പരാതിയെങ്കിൽ പിന്നീട് സുന്ദര അതിനെ മൊഴി മാറ്റി പറയുന്നത് നമ്മൾ കണ്ടു. താൻ സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരമാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചത് എന്നുള്ളതായിരുന്നു അദ്ദേഹം പിന്നീട് നൽകിയിട്ടുള്ള മൊഴി. എന്തായാലും അതിനൊക്കെ പിന്നാലെയാണിപ്പോൾ സുരേന്ദ്രൻ ഉൾപ്പെടെ 6 പ്രതികളെയും കോടതി കുറ്റവിമുക്തരാക്കിയിരിക്കുന്നത്. സാരംഗ് വിവരങ്ങൾ നൽകിയത്.